ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ മോയിസ്റ്റും ആയിട്ടുള്ളൊരു നല്ലൊരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിനി കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഒരു 1.25 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1/2 കപ്പ് ഡേറ്റ്സ് ചോപ്പ് ചെയ്തത്, 1 കപ്പ് മൈദ, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ, ഒരു 1/2 കപ്പ് വൈറ്റ് ഷുഗർ, 2 മുട്ട, പിന്നെ ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഗ്രാമ്പു പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, വെജിറ്റബിൾ ഓയിൽ 1/4 കപ്പ്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 1/2 കപ്പ് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുന്നത് നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കാരമലൈസ് ചെയ്യാതെ വേണമെങ്കിൽ കേക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു ടീ കേക്കിൻ്റെ ഒക്കെ ഒരു കളറിലായിരിക്കും ക്യാരറ്റ് കേക്ക് ഉണ്ടാവുകയെന്ന് മാത്രം. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കാരമലൈസ് ആയി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഷുഗർ ഇപ്പം ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാര നന്നായിട്ട് കാരമലൈസായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് ഇപ്പോൾ കിട്ടിയത്. നമുക്കൊരു കുറച്ച് നേരം കൂടെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം, കുറച്ചും കൂടെ ഒന്ന് കളറായിക്കോട്ടെ. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ നമുക്ക് കേക്കിന് കിട്ടും. അപ്പം ഒരുപാട് കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം. ഒരുപാട് കളർ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കളറിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ചെറിയൊരു കയ്പ്പ് വരും, അത് നമുക്ക് വേണ്ട. അപ്പം ആ ഒരു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഒരു കുറച്ചും കൂടെ ഒന്ന് കളറായി കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ നന്നായിട്ട് കാരമലൈസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കളറിലാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു കളർ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിക്കുക, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറുന്ന വരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കും. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടത് 1 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 2 പിഞ്ച് ഉപ്പ്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്തത് മാറ്റി വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാറ്റർ ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു ടിൻ ഇങ്ങനെ റെഡിയാക്കി മാറ്റി വയ്ക്കുക. ഒരു ബട്ടർ പേപ്പർ താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലെല്ലാം ഞാനൊന്ന് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്കിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷുഗർ കാരമലൈസ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി 2 മുട്ട ഞാൻ ഈ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളിലേക്ക് പൊട്ടിച്ചൊടിച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള മുട്ട എടുക്കുക കേട്ടോ. അത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് പതഞ്ഞ് കിട്ടുന്ന വരെ ഒന്ന് ഒരു മീഡിയം സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗർ. ഇപ്പോൾ ഈ ബ്രൗൺ ഷുഗർ ഞാനിവിടെ എടുത്തേക്കുന്നതേ ഉള്ളൂ. ബ്രൗൺ ഷുഗർ എടുക്കുന്നത് നിർബന്ധമില്ല കേട്ടോ, നമ്മുടെ സാധാരണ വൈറ്റ് ഷുഗർ എടുത്താൽ മതി. അപ്പോൾ അത് പൊടിച്ച് ചേർക്കണമെന്ന് മാത്രം. അപ്പോൾ ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇനി ഈ മിക്സിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കനോല ഓയിൽ. ഇനി അതുമല്ല നിങ്ങൾക്ക് ബട്ടർ ചേർക്കണമെന്നുണ്ടെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചേർത്താലും മതി. 1/4 കപ്പ് ബട്ടർ. മിക്സിലേക്ക് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ച കാരമലൈസ് ചെയ്ത ഷുഗർ, ഒട്ടും ചൂട് പാടില്ല, നന്നായിട്ട് തണുത്ത കാരമലൈസ് ചെയ്ത ഷുഗർ ചേർത്ത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുട്ടയും അതുപോലെ തന്നെ ഷുഗർ സിറപ്പും ഓയിലും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ചിരുന്ന ഒരു 1.25 കപ്പോളം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അതൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് മുതൽ ഒരു 1/4 കപ്പ് വരെയൊക്കെ ഡേറ്റ്സ് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരത്തിനൊക്കെ അനുസരിച്ച് ഡേറ്റ്സിൻ്റെ അളവ് കൂട്ടാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഡേറ്റ്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ക്യാരറ്റും ഡേറ്റ്സും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വരെയൊക്കെ നട്ട്സ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ, ഒരു 1.5 മുതൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ മൈദ, നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച മൈദയൊന്നും അല്ല, പ്ലെയിൻ ആയിട്ടുള്ള മൈദ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ മിക്സ് നമ്മൾ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ താഴെ പോയി സെറ്റാവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മളുടെ മുട്ട അതുപോലെ ഓയിലെല്ലാം കൂടെ മിക്സ് ചെയ്തതിനകത്തേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മൈദ 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച ക്യാരറ്റും ഡേറ്റ്സും കൂടെ ഒരു 1-2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്യരുത് കേട്ടോ, ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. അതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ക്യാരറ്റും ഡേറ്റ്സിൻ്റെ മിക്സ് ഫുള്ള് ഇട്ട് കൊടുത്തു, നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ വൈൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ക്രിസ്മസിനൊക്കെ ഇട്ട വൈനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ വൈൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ നല്ലതാണ് ഈ വൈൻ ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്. അങ്ങനെ ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാരറ്റും ഡേറ്റ്സും എല്ലാം കൂടെ അങ്ങനെ താഴെ പോയിട്ട് സെറ്റാവും. അങ്ങനെ ആവാൻ പാടില്ല. അപ്പം നമ്മൾ ഫ്രൂട്ട് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബാറ്റർ ഒരുപാട് ലൂസാക്കത്തില്ലല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ തന്നെയാണ് ഏകദേശം ഇതിനും വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ടിന്നിലേക്ക് മാറ്റാം. നമുക്ക് ഈ കേക്ക് ടിന്നൊന്ന് എയർ ബബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് പോകാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 180 ഡിഗ്രിയിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഒരു 40 to 45 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി, അതുപോലെ നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഇതേ മെഷർമെൻറ്റിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്